വമിൻഹു ഇക്രാഹിൽപ്പെട്ടതാകുന്നു കമാഹു അലാഹിറുൻ മാലൗ ഹലഫ ഒരുത്തൻ സത്യം ചെയ്തു സത്യം ചെയ്ത കാര്യം നടത്താൻ കഴിയുന്നില്ല, തടസ്സം. എന്നാൽ ഇക്രാഹിൻ്റെ മസലവിൽ സത്യത്തിൽ പിഴക്കൂല. തട്ടിമാറ്റാൻ കഴിയാത്ത ഒരു ഉദർ വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സത്യത്തിൽ പിഴക്കൂല. ഇക്രാഹ് എന്നത് സത്യത്തിൽ പിഴക്കലിനെ തൊട്ടുള്ള മാനിയാണ്. ഇവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല നീങ്ങുന്നത്. ഓ മഹലൂബായി പോയതാ. അതാ പറയുന്നത് വമിൻഹു ഇക്രാഹിൽ പെട്ടതാകുന്നു കമാഹു അലാഹിറുൻ ഇക്രാഹിൽ പെട്ടതാണ് എന്ന് പട്ടാപകൽ പോലെ അറിയപ്പെട്ടതാണ്. മാ ലൗ ഹലഫ ഒരുത്തൻ സത്യം ചെയ്തു ലയതന്നഹ അവൻ്റെ സൗജത്തിനെ തീർച്ചയായും അവൻ സംയോഗം ചെയ്യും ഇന്നത്തെ ഈ രാത്രി കബുല നൗമിഹി ഫഗലബഹു നൗമു അങ്ങനെ അവന് ഉറക്കം പിടികൂടിപ്പോയി. ഉറങ്ങേണ്ടുന്ന സമയമായിട്ടില്ലെങ്കിൽ ശരി, മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ ആയാൽ ബിഹൈസു എത്ര കണ്ട് നൗമ് ഗാലിബായി ലം യസ്തതി റദ്ദഹു ആ ഉറക്ക് തട്ടിമാറ്റാൻ യാതൊരു വഴിയും ഇവനില്ല. ഉറക്കം തട്ടിമാറ്റാൻ പക്ഷേ എന്ത് വേണം? ഇക്രാഹിൽ പെടണ്ടിക്കിൽ ബിശർത്തി അല്ല യതമക്കന അവന് സൗകര്യപ്പെടാതിരിക്കണം മിൻഹു സംയോഗത്തിന് ഖബല ഗലബതിഹി ഉറക്കം ഗാലിബാകുന്നതിന് മുമ്പ് ഏതെങ്കിലും വിധേനെ ഒരു സംയോഗത്തിന് ചാൻസ് കിട്ടിയിട്ട് അവൻ പാഴാക്കിയതാണ്. ഒരു വിധേനയും ചാൻസ് കിട്ടാതിരിക്കണം. ഇനി ചാൻസ് കിട്ടി, അവിടെ വേറൊരു മാനിയുണ്ട്, പിന്നെ കാണാൻ വന്ന വിരുന്നുകാരൻ്റെ അപ്പുറത്ത്, അല്ലെങ്കിൽ ബന്ധുക്കളുണ്ട്, കുടുംബാദികളുണ്ട്, പരിചയക്കാരുണ്ട്. അപ്പം ഞാൻ സംയോഗത്തിന് പോട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കുകയെന്ന് പറയാൻ പറ്റുമോ? അവിടെയും പിഴക്കൂല. തമക്കെന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും നമുക്കും കിട്ടണം. ഉറക്ക ഗാലിബായി പോയി, അങ്ങനെ ഫജ്ർ സാദിഖ് വെളിവായി. ഇവൻ കുറ്റക്കാരനാവോ? തടസ്സം വന്നത് ആ നിലക്കായാലും മദീന പറയുന്നു. ഇവൻ നാണിക്കുന്ന അവരെ വെച്ചും കൊണ്ട് ഇവൻ സംയോഗത്തിൽ ഏർപ്പെടൽ ഇവൻ നാണിക്കും. അങ്ങനെയുള്ള മെഹ്റമോ സൗജത്തോ വേറൊരു സൗജത്ത് ബന്ധുമിത്രാദികളോ അസ്തിഖാവോ അയൽവാസികളോ വിരുന്നുകാരോ ഇപ്പുറത്തുള്ളത് കൊണ്ടാണ് ഇവൻ സംയോഗത്തിൽ ഏർപ്പെടാനിരുന്നത്. എന്നാലും എന്താകുന്നില്ല, കുറ്റക്കാരനല്ല. അല്ല. അമ്മൽ ഇക്റാഹു ബിഹഖിൻ തക്കതായ കാരണമുള്ളതോടുകൂടാ ത്വലാഖിന് നിർബന്ധിക്കലോ. തക്കതായ കാരണം നിർബന്ധിക്കാൻ ഇവന് തക്കതായ കാരണം ഉണ്ട്. തലാഖ് ചൊല്ലിക്കാനല്ല, തലാഖ് ചൊല്ലിക്കാനുള്ള കാരണം എന്നല്ല പറയുന്നത്. ഇവനെ കയ്യേറാനുള്ള അധികാരം മുക്രിഹിന് ഉണ്ട്. കാ ത്വല്ലിഖ് സൗജതക. അപ്പോൾ തക്കതായ കാരണം വേണം, ചെറിയ കാരണം പോരാ. ഇവൻ്റെ പേനയോ പെൻസിലോ ഇവൻ കെട്ടിട്ടുണ്ട്, അപ്പം പറഞ്ഞ് പേന തിരിച്ചു തരല്ല, നിൻ്റെ ഭാര്യനെ തലാഖ് ചെല്ലണം അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നു. അതല്ല, വലിയ മാരകമായ കേസ് ഇവൻ്റെ മേലെ ഉണ്ട്. കാ ത്വല്ലിഖ് സൗജതക മുക്രിഹ് പറയും പോലെ നിൻ്റെ ഭാര്യയെ നീ എന്താക്കണം? വൈല്ല, നിൻ്റെ ഭാര്യയെ നീ തലാഖ് ചെല്ലൂല എങ്കിൽ ഖതൽതുക എന്ത് കാരണം വെച്ചുകൊണ്ട് ബിഖത്ലിക അബി നീ കൊന്ന കാരണം കൊണ്ട് എൻ്റെ ഉപ്പാനേന്ന്. അപ്പം ചക്കതായ കാരണം കിട്ടിയില്ലേ? അപ്പോൾ എനിക്ക് വെറുതെ നമ്മൾ ഫ്രീ ചെയ്ത് കൊടുക്കേണ്ടതില്ലല്ലോ. അപ്പം നിർബന്ധിച്ചത് കൊണ്ടാണ് തലാഖ് ചൊല്ലിയത് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടോ?
പകരം കൊല്ലലിനെ തൊട്ട് പോകാൻ രക്ഷപ്പെട്ടില്ലേ ഈ തലാഖ് കൊണ്ട്. അപ്പൊ ഇവന്റെ തലാഖ് ഇവൻ വിനിമയം ചെയ്തു. കൊല ചെയ്തിട്ട് ആ ഇതേപോലത്തെ ഒരു രൂപം അതെ ഫയഖഉ ഈ രൂപത്തിലുള്ള ഇക്റാഹ് ഉള്ളതോടുകൂടി എന്ത് സംഭവിക്കും? തലാഖാവും. ആ ഇക്റാഹും ബിഹഖ് ഉള്ളതോടുകൂടി എന്താകും? തലാഖാവും. വക്കദാ ഇനി ഒരു രൂപവും കൂടിയുണ്ട്. അതാ രൂപം സഹിയല്ല എന്നാണ് അധികം പറയുന്നു. വക്കദാ ഫി ഇക്റാഹിൽ ഖാദി ലിൽ മൂലി ഇതേ പ്രകാരം തന്നെയാകുന്നു ഇക്റാഹുൽ ഖാദി ലിൽ മൂലി. ഖാദി നിർബന്ധിക്കുക മൂലിയോട്. ഇനി ഒരിക്കലും നിയമമായി ബന്ധപ്പെടൂല സത്യം ചെയ്ത ആളോട്. വിശർത്തിഹിൽ ആത്തി വരാനിരിക്കുന്ന ഷർത്തോടു കൂടി 175 ഇതേ കിതാബ് 175 ആ ഷർത്ത് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. 175 അങ്ങനെ ഖാദി നിർബന്ധിച്ചു, ഇവൻ എന്താക്കി? തലാഖ് ചൊല്ലി. എന്നാൽ തലാഖ് ആവും. അവിടെയാണ് ഒരു ചോദ്യം. മസ്തസ്കലഹു അർറാഫിയു ഈ കൈഫിയത്തിന്റെ നേരെ സംശയം രേഖപ്പെടുത്തി. ആര്? എന്താ സംശയം? ഖാദി തലാഖ് കൊണ്ട് നിർബന്ധിക്കുന്ന ഒരു കേസ് ഇലായിലില്ല. ഖാദി തന്നെ കടന്നുകൊണ്ട് എന്താക്കലാണ്? പിന്നെ ഇങ്ങനെ ഇവിടെ നിർബന്ധിക്കൽ വന്നത്. അപ്പൊ നിർബന്ധിക്കാൻ പറ്റും തലാഖ് കൊണ്ട്. ഒന്നിക്കൽ തലാഖ് ചെല്ലാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ സംയോഗത്തിലേക്ക് മടങ്ങാൻ പറയുക. ഇങ്ങനെയല്ലേ പറയാൻ പറ്റൂ? അവർ പറയുന്നത് ഇങ്ങനെ ചാൻസ് ഉണ്ട് എന്നാണ്. ഒരുത്തൻ നീലാവ് നടത്തി, ദൂരത്താണ് അവനുള്ളത്. കാലഘട്ടം കഴിഞ്ഞു, 4 മാസം. തേടാൻ ഈ പെണ്ണ് തുടങ്ങി. സൗജുള്ള നാട്ടിലെ ഖാദിക്ക് റിപ്പോർട്ട് കിട്ടി. ഓനോട് തേടി. ഖാദി തേടേണ്ടത് ഒന്നിക്കൽ ഇപ്പം തന്നെ തലാഖ് ചൊല്ലി പിരിയുക, അല്ലെങ്കിൽ ഉടനടിയായി ആരടുത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഉടനടിയായി നിന്റെ അടുത്തേക്ക് ആരെ വരുത്തിക്കുക, അതും അല്ലെങ്കിൽ തലാഖ് ചൊല്ലുക. ഇതൊന്നും ചെയ്തില്ല. സമയം കുറേ നീണ്ട്. പിന്നെയും പറയുന്നു ഞാൻ പെണ്ണിൻ്റെ അടുത്തേക്ക് പോയിക്കോളാം. എന്നാൽ അനുവദിക്കൂല. ഇനി തലാഖ് തന്നെ രക്ഷ ഉള്ളൂ, ഇനി തലാഖ് തന്നെ ഉള്ളൂ. ഇതെല്ലാം ചെയ്യാൻ അവസരം കൊടുത്തിട്ട് പാഴാക്കി ഇപ്പം പറയുന്നു ഞാൻ സംയോഗം ചെയ്തോളാം. എന്നാലും പിന്നെന്തിനെ നിർബന്ധിക്കും? അതാണ് ഇവര് ജിഫത്ത് പറഞ്ഞത്. അത് മുഅ്തമദായ ഖൗലല്ല. ഖാദിക്ക് ഒന്നിക്കൽ സംയോഗം ചെയ്യാൻ നിർബന്ധിക്കാം, അല്ലെങ്കിൽ തലാഖിന് നിർബന്ധിക്കാം എന്ന ഖൗലിന്റെ മേലെ സഞ്ചരിച്ചതാണത്. മുഅ്തമദനുസരിച്ച് അന്നൽ ഹാകിമ ഹുവല്ലദീ യുതല്ലിഖു അലൽ മൂലി അൽ മുംതനിഇ കമാ സയത്തി 175 കട്ടായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫി ബാബിഹി ഇലാഹിന്റെ ബാബിൽ. അപ്പോൾ ഈ മസലയിൽ ഇക്റാഹ് ഇല്ലേ ഇല്ല. ഇവിടെ വിഗൈരി ഹക്കിൻ എന്നോ ഒന്നും പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ ഇക്റാഹ് ഇല്ല. ഇക്റാഹിന്റെ ഒരു രൂപം ഇവിടെ ഇല്ല. സൗജിന് പകരം ആര് തന്നെ ഡയറക്റ്റ് തലാഖ് ചൊല്ലുന്നതാണ്. ഇത് ഏത് ഖൗലിന്റെ മേലെ നടന്നതാ ഈ മസല? ഖാദിക്ക് തലാഖ് കൊണ്ട് നിർബന്ധിക്കാൻ അവസരമുണ്ട് എന്ന ഖൗലിൽ, അത് സാനിയായ ഖൗലാണ്. അങ്ങനെ അവസരമില്ല. പിന്നെ ഖാദിക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? അതെ. അപ്പൊ പിന്നെ അവിടെ ഇക്റാഹ് ഇല്ലല്ലോ. മസ്തസ്കലഹു വറാഫിയു ഈ കാര്യത്തെ റാഫി ഇമാം സംശയത്തിലാക്കിയിരുന്നു. ഈ മസല മുസവറാണ് എന്ന് ഇബ്നു റിഫഅത്ത് അവതരിപ്പിച്ചു. ഇബ്നു റിഫഅത്ത് അവതരിപ്പിച്ച വാക്ക് ബിമാ വയ്യൻതുഹു ഫീ ശറഹിൽ ഇർശാദി. അവിടെ ഉണ്ട്. ആ ശറഹിൽ ഇർശാദിൽ പറഞ്ഞത് തന്നെയാണ് ഇപ്പം നമ്മൾ വായിച്ചു കേട്ടത്. ഖാദി എങ്ങനെ തലാഖ് കൊണ്ട് നിർബന്ധിക്കുന്ന കൈഫിയത്ത്.
ഒരുത്തൻ നീലാവ് നടത്തി, അവൻ ദൂരത്താ ഉള്ളത്. പെണ്ണ് തോടാൻ തുടങ്ങി. സൗജുള്ള നാട്ടിലുള്ള ഖാദിന്റെ മുമ്പിലേക്ക് പ്രശ്നമെത്തി. ഖാദി അവനെ വിളിച്ചു, നീ പറഞ്ഞത് പിൻവലിക്കുക, പെണ്ണിലേക്ക് പോവുക, പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. ഇതിനൊന്നും തയ്യാറില്ലെങ്കിൽ തലാക്ക് ചൊല്ലുക. ഓന് ഇതൊന്നും കേൾക്കാണ്ട് നേരം കൂട്ടി വയ്യ പറയുന്നു, ഞാൻ പെണ്ണിനെ സംയോഗം ചെയ്തോളാം. എന്നാ അവസരം കൊടുക്കാൻ പാടില്ല പോലും. പെണ്ണിൻ്റെ അടുത്ത് പോയിക്കോളാന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് ഏതന്നെ ഇനി രക്ഷയുള്ളൂ, തലാക്ക് എന്നാണ് ഇബ്നു റിഫാത്ത് പറയുന്നത്. അത് സാനിയായ കൗലാണ്. ഖാദിക്ക് തലാക്ക് കൊണ്ട് നിർബന്ധിക്കാൻ അവസരം ഉണ്ട് എന്ന സാനിയായ കൗലിൻ്റെ മേലെയാണ് ആ വരുന്നത്. മുഅ്തമദനുസരിച്ച് എന്താണ്? അപ്പം പിന്നെ ഇത് ഇക്റാഹിന്റെ ബാബയല്ല, ഇക്റാഹിന്റെ ബാബയല്ല. കണ്ടാ, ഞാൻ ലൗ അക്റഹു മുക്രിഹ്, മുക്റഹിനെ നിർബന്ധിച്ചു അലാ തലാഖി സൗജത്തി നഫ്സിഹി, എൻ്റെ ഭാര്യനെ തലാഖ് ചെല്ലണം എന്നാണ്, അല്ലെങ്കിൽ നിന്നെ കൊല്ലും. എൻ്റെ ഭാര്യന, നിന്റെ ഭാര്യനാന്നല്ല പറഞ്ഞത്. ലൗ അക്റഹൂൻ, മുക്രിഹ് മുക്റഹിനെ നിർബന്ധിച്ചു സൗജത്തി നഫ്സിഹി, മുക്രിഹിന്റെ സൗജത്തിനെ എന്താക്കാൻ വേണ്ടി, ആ എൻ്റെ ഭാര്യനെ തലാഖ് ചെല്ലണം, നീ വിസമ്മതിച്ചെങ്കിൽ നിന്നെ കൊല്ലുന്നു. എന്നിട്ട് ഓൻ പേടിച്ചിട്ട് എന്താക്കി അവിടെ പോയിട്ട് പറഞ്ഞ് തലാഖങ്ങ് കൊടുത്ത് മുക്രിഹിന് വേണ്ടിയിട്ട്. എന്നാൽ അവിടെ തിരിച്ചല്ലേ ഇക്റാഹ്, തലാഖ് സംഭവിക്കണം എന്നുള്ള നിർബന്ധമല്ലേ അവിടെ വരുന്നത്. എൻ്റെ ഭാര്യനെ നീ തലാഖ് എത്തിക്കണം, ഇല്ലെങ്കിൽ കൊല്ലും എന്നല്ലേ പറയുന്നു. അപ്പൊ പേടിച്ചിട്ട് തലാഖിൽ നിന്നതാ അല്ല. ഇത് അബുലഹു ഫില്ലിദിനി എന്നാണ്, തലാഖിലുള്ള ഏറ്റവും അങ്ങേയറ്റല്ലേ ഇത്. നിന്റെ ഭാര്യനെ നീ തലാഖില്ലെന്നല്ലല്ലോ പറയുന്നു, എൻ്റെ ഭാര്യനെ നീ തലാഖില്ലെങ്കിൽ നിന്നെ കൊല്ലുന്നല്ലേ പറയുന്നു. എന്തായി വകദ, ഇതേ പ്രകാരം തന്നെയാണ് ഇദാനവൽ മുക്റഹു, നിർബന്ധിക്കപ്പെട്ടവൻ മനസ്സുകൊണ്ട് സമാധാനിച്ചു, ഇനി ഏതായാലും എന്താകട്ടെ ആകട്ടെ, ഇവരെല്ലാം കൂടി നിർബന്ധിക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെയും നോക്കാം, ഇനി തലാഖായിക്കോട്ടെ എന്ന് ആവരുത് എന്നുള്ള പിടിവാശിയോടുകൂടി ആയിരിക്കണം ഓ തലാഖ് കൊടുക്കുന്നത്. മനസ്സില്ല മനസ്സിൽ. അതേ സമയത്ത് ഇത്രയും ആൾക്കാർ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ പെണ്ണ് പോട്ടെ, വേറെയും ഉണ്ടാവും നമുക്ക് കണക്കാക്കിയത് എന്ന് പറഞ്ഞാലോ ആ അത് 5-ാം പേജിൽ കടന്നിട്ടുണ്ട്. കഥായിദാനവൽ മുക്റഹു അലീഖാൻ ലാകിന്നഹു അല്ലാന ഗൈറു മുക്റഹിൻ, യഥാർത്ഥത്തിൽ അവൻ മുക്റഹല്ല, അവൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടാണ്. മുക്റഹ് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇഷ്ടപ്പെടാൻ പാടില്ല. ഏതുപോലെ കമാഫി ഖൗലിഹി, സ്വന്തം ഇഖ്തിയാറിന്റെ ഒരു കണിക ഉണ്ടെങ്കിൽ അത് ഇക്റാഹിൽ പെടൂല. ഇഖ്തിയാരിന്റെ എന്തെങ്കിലും ഒരു കരീനത്ത് വെളിവായാൽ ഇത് മാത്രമെന്നല്ല, കുറേ ഉദാഹരണങ്ങളുണ്ട്. ബിയൻ എന്ന് പറഞ്ഞാൽ കാൻ, ഉക്കിരിഹ ഒരുത്തൻ നിർബന്ധിക്കപ്പെട്ടു അലാ തലാഖി ഇഹ്ദംറാതൈഹി, രണ്ടാലൊരു പെണ്ണിനെ എന്താക്കാൻ വേണ്ടി, മുബ്ഹമൻ അത് ഏതാണെന്ന് ആര് പറഞ്ഞിട്ടൊന്നുമില്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ ഫഅയ്യന, ഇവൻ നിജപ്പെടുത്തി തലാഖില്ല. രണ്ടാലൊന്നിനെ തലാഖ് ചെല്ലണമെന്ന് നിർബന്ധിക്കുമ്പോ ഇവന് രണ്ടാളും വേണ്ടതാണെങ്കിലോ പറയേണ്ടത് എന്താണ്, ഇഖ്റാഹിനനുസരിച്ചിട്ട് രണ്ടാലൊരു പെണ്ണിനെ ഞാൻ എന്താക്കി, ഇവന്റെ വകയായിട്ടൊരു തയ്യീ നടത്തി. എന്നാൽ തലാഖ് സംഭവിക്കുന്ന പെണ്ണ് ഇതായിക്കോട്ടെ, എന്നാലോ ഔ മുഅയ്യനൻ, അല്ലെങ്കിൽ മുഅയ്യനായ ഒരു പെണ്ണിനെ തലാഖ് ചെല്ലാൻ നിർബന്ധിക്കപ്പെട്ടു. രണ്ടാലൊരു പെണ്ണിനെ എന്ന് അവൻ പറഞ്ഞു. ഇബ്ഹാം
അപ്പൊ കൈ കടത്തുന്നുണ്ടല്ലോ. ആ അപ്പൊ ഇക്റാഹിന് വാങ്ങിയിട്ടാണോ തലാഖ്? അല്ല ഇഖ്തിയാറുണ്ട്. അത് അലാ സലാസീൻ 3 ചെല്ലാം. 3 ചെല്ലാൻ നിർബന്ധിക്കപ്പെട്ടു. അങ്ങനെ ഫവഹദ സീഗ മാറ്റിയിട്ട് എന്താക്കി? സീഗ മാറ്റി എന്നുള്ള ഇറക്കം യഥാർത്ഥത്തിൽ ഓനിക്കിനി 3 ചെല്ലാൻ അവകാശമൊന്നും ഉണ്ടാവില്ല. 2 ചൊല്ലി തീർത്ത ആളാണ്, ഇനി ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് 1 എന്ന് പറഞ്ഞത്. എന്നാലും തലാഖാവും, കൈ കടത്തി. ഓൻ നിർബന്ധിച്ച സ്ഥിതിക്ക് അതേപോലെ ഏറ്റു പറയാ വേണ്ടി. ഇങ്ങനെ ഇവനെ 3 തലാഖ് ഇല്ലാത്തത് കൊണ്ടാണ് 1 ചൊല്ലിയത്. ഇനി 1 ചൊല്ലിയാലും 3ന്റെ ഫലമാണ്. അത് നോക്കോ. ഇല്ല, ആദ്യം 3 പേർ ചെല്ലണം. ഔ സരീഹിൻ, അല്ലെങ്കിൽ സരീഹായ സീഖന്റെ മേലെ നിർബന്ധിച്ചു. ഔ തഅലീഖിൻ ഫകന, കന്ന എന്നല്ല കന, ഓൻ കിനായത്ത് ഉപയോഗിച്ചു, അതെടുത്തേക്ക്. ഔ നജ്ജസ, തഅലീഖിന്റെ സീഖ പറയാൻ നിർബന്ധിച്ചേരോ ഓനെന്താക്കി? തൻജീസാക്കി. ഔ അലാ യഖൂല തല്ലഖ്തും, തല്ലഖ എന്ന ഫീലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഫസറഹ തസ്ലീന സീവസ്. ഔ ബിൽലുകൂസ്, ഇത്രയും പറഞ്ഞതിന്റെ മാറ്റങ്ങൾ. ഐ അലാ വാഹിദത്തിൻ ഫസല്ലസ, 1 ചെല്ലാൻ നിർബന്ധിച്ചപ്പോൾ 1-ലധികം ചൊല്ലി. ഔ കിനായ ഫസറഹ, ഔ തൻജീസിൻ ഫഅല്ലഖ, ഔ തസ്രീഹിൻ ഫതല്ലഖ വഖഅ ലിഅന്നഹു മുഖ്താറുൻ ലിമാ താബിഹി, അവന്റെ സ്വന്തം മനസ്സിനെ ഇണങ്ങിക്കൊണ്ടല്ലേ ഇപ്പൊ കൊണ്ടുവന്നത്. അവൻ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഈ രൂപത്തിൽ പറയാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ആട കിനായത്തിൽ എന്താ ഉപകാരം കിട്ടല്? കിനായത്ത് മാത്രം പോരല്ല, നീയത്തും വേണ്ടേ? അപ്പൊ നീയത്ത് കൊണ്ടല്ലേ തലാഖായത്? അല്ല, ആടെ 2 കാരണം ഒരുമിച്ച് കൂടി. സീഖ മാറ്റി എന്ന നിലക്കുണ്ട്, പിന്നെ നീയത്ത് ചെയ്തു എന്നുള്ള നിലക്കുണ്ട്. കനാന്റെ അടുത്ത് കിനായത്ത് കൊണ്ട് മാത്രം ഭരിക്കൂലല്ലോ, നീയത്തും വെച്ച്. അപ്പൊ നീയത്ത് വെച്ച വകയിൽ തന്നെ ഇക്റാഹ് അല്ലാതായി. പിന്നെ സീഖ മാറ്റിയില്ലല്ലോ, സ്വരീ പറയാൻ നിർബന്ധിച്ചാൽ എന്താക്കി? 2 കാരണങ്ങളാണ് ഒരുമിച്ച് കൂടി. അദ്ദേഹം ഞാനും ഭാര്യയുമായിട്ടുള്ള നിക്കാഹ് ബന്ധം മുറിച്ചു ചീന്തുന്നു എന്ന് പ്രത്യേകം നീയത്ത് വെക്കണം. വയദ്ഹറു ഇസ്തിമാല ലഫ്ളി തലാഖി ഫീ മഅനാഹു കാഫിൻ ഹുനാ, ശക്തമായിട്ട് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള വിവാഹബന്ധം ഞാൻ അകറ്റുന്നു എന്ന് തന്നെ ഹാജരാക്കണമെന്നൊന്നുമില്ല. തലാഖ് എന്നത് തലാഖിന്റെ മഅനാക്കാണ്, വേറെ സാധാരണ അർത്ഥത്തിലല്ല. കൈച്ചളക്കി എന്ന അർത്ഥത്തിൽ അല്ലാണ്ടെന്നാ പോലെ. വൈലം യഖ്സിദിൽ ഈഖാ, ഇന്നീ ഊഖിഉ അത്തലാഖ അലാ സൗജത്തി, അങ്ങനെ വേണമെന്നുണ്ടാ. എന്തുകൊണ്ട്? എന്നെ ഷർത്ത ഇക്റാഹ് കൊണ്ട് തലാഖാവാതിരിക്കാനുള്ള ഷർത്ത് എന്താ? അയ്യുതല്ലിഖലി ദാഹിൽ ഇക്റാഹി, ഇക്റാഹിനെ അനുസരിച്ച് തന്നെ തലാഖല്ല അല്ലേ? പമൻ ഖസദ ദാലിക, തലാഖിനെ തലാഖിന്റെ മഅനാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് തീരുമാനിച്ച ആള് ഗൈറു മുതല്ലിഖിൽ ലിദായി, ഇക്റാഹിന്റെ പ്രേരണക്കനുസരിച്ച് മുതല്ലിഖായ ഓനങ്ങനെ കരുതാൻ പാടില്ലല്ല. ഞാൻ ഈ ഉപയോഗിക്കുന്ന തലാഖ് എന്ന പദം തലാഖിന്റെ യഥാർത്ഥ മഅനക്ക് തന്നെയാണ് എന്നവൻ ഹാജരാക്കിയില്ലേ? അപ്പൊ ഇക്റാഹ് അല്ലാതായില്ലേ? ബൽ ഹുവ മുഖ്താറുൻ ലഹു ഫമാ ഫമഹു ഖൗലുഹും. അപ്പോൾ പണ്ഡിതന്മാരുടെ കൗലി അറിയിച്ചതായ ഒന്നോ നവല്ലിഖാൻ അന്ന നിയത്ത ഗൈരിഹി, ഈഖ അല്ലാത്ത മറ്റു പദങ്ങള് നിയത്ത് വെച്ചാൽ ലാ തുഅസ്സിറു എന്നല്ലേ അറിയിച്ചത്. കമാ ഫിൽ കിനായത്തി,
അത് ഗൈറു മുറാദിൻ, ഇവിടെ വേണ്ട. അത്രത്തോളം എന്തില്ല. ഇവിടെ വേണ്ട. എന്തുകൊണ്ട്? ലിഖൗലിഹിം ലാ ബുദ്ദ അൻ യുതല്ലിഖ ലിദാഇൽ ഇക്റാഹി മിൻ ഗൈരി അൻ തദ്ഹറ മിൻഹു ഖരീനത്തു ഇഖ്തിയാരി അൽബത്ത എന്നാണ് മസല. ലാ ബുദ്ദ അൻ യുതല്ലിഖ ലിദാഇൽ ഇക്റാഹി, ഇക്റാഹിന്റെ പ്രേരണ കൊണ്ടവൻ തലാഖ് ചെല്ലണം. മിൻ ഗൈരി അൻ തദ്ഹറ മിൻഹു, അവരിൽ നിന്ന് വെളിവാകാൻ പാടില്ല. ഖരീനത്തു ഇഖ്തിയാരിൻ അൽബത്ത. തീരെ ഉണ്ടായിരിക്കും. തംബീഹുൻ അൽ ഇക്റാഹു ശർഇയ്യു കൽ ഹിസ്സി. ഇനി പറ, സാധാരണ നിലവിലുള്ള ഇക്റാഹ് പോലെ തന്നെയാണ് മതപരമായ തടസ്സം. പെരുന്നാൾക്ക് നോമ്പെടുക്കണ്ടെന്ന് പറഞ്ഞ പോലെ മതം ഇവനെ വിലക്കിയിട്ടുണ്ട്. എന്നാൽ ഇക്റാഹിൽ പെടും. ഏതുപോലെ ഗവൺമെന്റിനെ അനുസരിക്കണം എന്നില്ലേ? അപ്പൊ തവാഫ് ചെയ്യുമ്പോൾ മാസ്ക് ചുറ്റി അവിടെ പാടില്ലാത്തതെന്തല്ലോ വന്നെന്ന് വെച്ചോ. പെണ്ണിനാണെങ്കിൽ മുഖത്തിൽ നിന്ന് ഒരു ജ്യൂസ് പോലും പൊത്താൻ പാടില്ല. ആണിനാണെങ്കിൽ അതൊരു പാക്കറ്റ് പോലെയാക്കിയാൽ കീസുല്യഹിയത്ത് പോലെയായി. ആ ഒരു തെറ്റ് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഗവൺമെന്റിന്റെ വിധിക്കല്ലേ. ഇവനിക്ക് അതിലൊരു ഹുക്കുമത്തുണ്ടാ? ഇവൻ ചെയ്യണമെന്നോ ചെയ്യണ്ട എന്നോ ഇവന് തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ടാ? അപ്പോൾ അവിടെ എന്ത് വേണ്ട? കുറ്റവുമില്ല, ഫിദിയയും വേണ്ട. ഈ കാലഘട്ടത്തിൽ മാസ്ക് ധരിച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്നു. അപ്പൊ എത്രയും ആള് പേടിക്കുന്നു. പെണ്ണാണെങ്കിൽ ശരി മുഖത്തിൽ നിന്ന് അല്പം മറച്ചു എന്നുള്ള പ്രശ്നം വരൂലേ? ആണിന് വരൂല. പക്ഷെ ആണിന് വരൂലെങ്കിലും കീസുല്യത്ത് പാടില്ല. താടിക്ക് ഒരു ഉറ കൊടുക്കല്. ആപ്പിളിനല്ലോ ഉറയിടുന്നത് പോലെ താടിയുടെ അതേ കൃത്യ അളവിൽ അങ്ങനെയുള്ള മാസ്കും ഉണ്ടല്ലോ. അപ്പൊ ചുറ്റി തുന്നപ്പെട്ടത് ധരിച്ചു എന്നായില്ലേ? അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് വലയില്ല. നമ്മളുടെ ഇഷ്ടത്തിനല്ല ഈ മാസ്ക് ധരിച്ചത്. ലിദാഇൽ ഇക്റാഹാണ്. ഗവൺമെന്റിന്റെ നിർബന്ധത്തിന് വാങ്ങിയിട്ടാണ് എന്താക്കുന്നത്. നമ്മൾക്ക് മാസ്ക് വേണമെന്നോ വേണ്ട എന്നോ നമ്മുടെ സ്വന്തം ശരീരത്തിന് ഹുക്കുമുണ്ടോ? എന്ത് വേണ്ട? അതേപോലെ ഹലഫ ലയതന്ന സൗജത്തഹു അല്ലൈല, ലയതന്ന സൗജത്തഹു അല്ലൈല. എന്താ? ആ എന്തായി? ആ എന്നിട്ട് എന്താണ്? ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാല് അന്നല്ല കാന മൗജൂദൻ വക്ത ഹൽഫിയുണ്ട്. നേരെ മറിച്ച് താഹിറായ ടൈമിലാണ് സത്യം ചെയ്തത്. വെയ്യാണ് ഹൈല് കയറി വന്നത്. അവനിക്ക് ഹൈല് വരുന്നതിന് മുമ്പ് തമക്കുനായിട്ടുണ്ട്. എന്നിട്ട് ചെയ്യാതെ കളിപ്പിച്ചതാണ്. എന്നാ കുറ്റക്കാരനാവൂലേ? അല്ലെങ്കിൽ അന്നേരം സംയോഗം ചെയ്യാൻ വേറൊരു മുടക്കം വന്നിട്ടുണ്ട്. അതിഥികൾ വന്ന മുടക്കം. ആ പ്രശ്നവും വരുമല്ല. അതാണ് കമാമറ ഫീമൻ കലബഹുന്നൂൽ പറഞ്ഞ 32. ആ 34-ാം പേജിലുള്ളത് 32-ാമത്. അവിടെ ആ മസാല വരുന്നു. അത് വജദ ഇൻദഹ മയ്യസ്തഹി മിനൽ വത്ഇ ബിഹുദൂരിഹി എന്ന് പറഞ്ഞില്ലേ? സംയോഗം ചെയ്യാൻ അവസരം കിട്ടി നോക്കുമ്പോഴേക്ക് ഇവൻ നാണിക്കുന്ന ആരോ അവിടെ വന്നുപോയി. അങ്ങനെയെല്ലാം വരും അല്ലേ? പിന്നെ ഔല തസൂമന്ന കഥൻ, തീർച്ചയായും നാളെ നോമ്പെടുക്കുമെന്ന് നേർച്ചയാക്കി. ഫഹാലത്ത് ഫീഹി, എന്താ? ഫഹാലത്ത് ഫീഹി അല്ലേ? ഔല യബിയന്ന അമതഹു അൽ യൗമ, തീർച്ചയായും അടിമ സ്ത്രീയെ ഇന്നത്തെ ദിവസം എന്താക്കും? വിൽപ്പന നടത്തും. നോക്കുമ്പോഴേക്ക് ആ പെണ്ണ് ആരാണ്? ഇവൻ സമീപിക്കുന്ന നേരത്ത്
ഗർഭിണിയാണ്. ഗർഭിണിയാണ്. ആരിൽ നിന്ന്? ഇവനിൽ നിന്ന്. ഇനി എന്താക്കാൻ പറ്റോ? വെക്കാൻ പറ്റോ? അവിടെ ഒന്നും മെഹനത്ത് എന്തല്ല ഹൽഫ് ഒരു പ്രശ്നം അവിടെ വരാനുണ്ടോ? ഇല്ല. ഏതുപോലെ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് നിർത്തിയാക്കി, മറ്റന്നാളാ നോക്കുമ്പോഴേക്ക് അന്ന് പെരുന്നാളാണ് പോലും. അതേപോലെ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ നിർത്തിയാക്കി, നോക്കുമ്പോഴേക്ക് അന്ന് ഹർത്താലാണ്. അല്ല മാരകമായി വന്ന് പിടിക്കുന്നതല്ലേ, അതിന് മാപ്പുണ്ട് എന്ന്. അതേപോലെ വെക്കതാ ഹലഫ لا يقضي أن زيدا حقه في هذا الشيء. കടം വീട്ടുന്ന കരുതി فعجز عنه 10:58 അത് വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. വലവ് വലഹു എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഫജസ എന്ന് പറഞ്ഞാൽ പരിപൂർണ അജിതാകണമെന്നില്ല. എന്തെങ്കിലും കുറച്ച് വീട്ടാനാവതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുട്ടണം. അതും കഴിയാണ്ടായിപ്പോയി ആ പറഞ്ഞ ഡേറ്റിന്. എന്നാൽ പ്രശ്നമില്ല. അത് 10:58 കേട്ടാ. ഹിക്കായത്തുൽ മുസനി, ഇമാം മുസനിയെ കൊണ്ടുവന്നതോ ഇജ്മായിനെ അലൽ ഹിൻസി ഹുന, ഈ മസലയിൽ സത്യത്തിൽ പിഴക്കും. ഓൻ കുറ്റവാളിയാണ്, ഓൻ വീട്ടേണ്ടതല്ലേ. പറഞ്ഞ ഡേറ്റിന് പറഞ്ഞ് അതേ സമയത്ത് അതേ ലഹളി ഓൻ വീട്ടലല്ലേ. ഓൻ ഒരുങ്ങാത്തത് കൊണ്ടല്ലേ വീട്ടാൻ കഴിയാടായത് എന്നെല്ലാം പറഞ്ഞുണ്ടാക്കിയതോ. അതൊരിക്കലും സഹിയല്ല, അത് സഹിയല്ല. അടാ 10-ാം ജുസിൽ കളിയാക്കിയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അഖാരിബുൽ മുസ്ലിം, മുസ്ലിം ഇമാമിന്റെ തേള്, അതായത് വിശഞ്ചിക്കുന്ന ചില മസലകൾ. ആ മുസ്ലിം ഇമാമിന്റെ കിതാബിന്റെ പേരെന്നെ അഖാരിബ്, അല്ല അഖാരിബ്, തേള് തേള്. അഫി അഖാരിബിൽ മുസ്ലിം, മുസ്ലിം ഇമാമിന്റെ തേൾ എന്ന കിതാബിലുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് പോലും തീരെ ബുദ്ധിക്ക് രസകരമാവാത്ത ചില മസലകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് പണ്ഡിതന്മാർ കളിയാക്കിയിട്ട് പേര് വെച്ചതാണ്. എന്ത് ഫി അഖാരിബിൽ മുസനി, മുസനി ഇമാമിന്റെ തേളുകളിൽ വായിക്കുന്ന ഓരോ മസലയും തേടാന്ന് പറയും. വിഷജന്തു കാരണം ലിയന്നൽ ഖിലാഫ മശ്ഹൂർ, ഇവിടെ സത്യത്തിൽ പിഴക്കും പിഴക്കൂല എന്ന് 2 കൗലുണ്ട്. അതില് ശക്തമായ കൗല് ഏതാണ്? പിന്നെ ഇജ്മാ എന്ന് പറയും. അവാഖിറ തലാഖി, ചെറുൽ കബീറിൽ തലാഖിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട് 2 കൗലുണ്ട്. ഒന്ന് അച്ചും പുച്ചാണ്, പിഴക്കും എന്നത് പിഴക്കൂല എന്നത് അംഗീകൃതമാണ്. പിന്നെ ഇജ്മാ ഉണ്ടാവില്ല, സത്യത്തിൽ പിഴച്ചവനായി എന്നെങ്ങനെ ഇജ്മാ ഉണ്ടാവില്ല? തബിയഹു, റാഫി ഇമാമിനോട് പിൻപറ്റുകയും ചെയ്തു മുഹഖിഖുൽ മുതഅഖിരീൻ, വൈകി വന്ന മഹാപണ്ഡിതന്മാർ. കണ്ടാ കൽബുൽ ഖീനിയി വഗൈരിഹി ഫഅഫ്തൗ ബിഅദമിൽ ഹിൻസി, അവർ ഗണ്യമായി പറഞ്ഞു എന്ത്? ഹിൻസില്ല. അതുകൊണ്ട് തന്നെ ചിലർ മുസനി ഇമാമിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി വബഅദുഹും അഫ്വല കലാമൽ മുസനി, അഫൽ ആദ്യം നല്ല ന്യായീകരിച്ചു. മുസനി ഇമാമ പണ്ഡിത സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയില്ലെന്നേരോ, അതിനു വേണ്ടി ഉചിതമായ ന്യായീകരണം. അത് 10:59 കൊടുത്തിട്ടുമുണ്ട്. 10:59 അത് ബയാനാക്കിയിട്ടുണ്ട്. ഈ രൂപത്തിൽ നാം മുസനി ഇമാമിന്റെ കലാമ അർത്ഥം വെക്കണം, എന്നിട്ട് കുറെ ശരിയാക്കി എടുക്കണമെന്ന്. അത് കള്ളത്തിലാണെന്ന് പറഞ്ഞാവൂലേ? എന്താ ചുമത്തണ്ടി പോലും? ചുമത്തേണ്ടത് അലാമായിദാ തമക്കന മിൻ ഖളായിഹി, വീട്ടാൻ സൗകര്യപ്പെട്ടു എന്നിട്ട് ഫലം യഖ്ളിഹി, എന്താക്കിയില്ല? വളരെ പരിശ്രമിച്ചെങ്കിൽ ആ സമയത്ത് വീട്ടാൻ കഴിയുമായിരുന്നു. അവൻ ആ അവസരം പാഴാക്കി പിന്നെ അജിസായി എന്ന് പറഞ്ഞ് ശരിയാക്കി. അന്നേരം പിന്നെ അവസരം ശരിയല്ലേ അല്ലേ?
എന്നാൽ സത്യം ചെയ്ത ആളെന്തിനാ പേച്ചത്? വഹിൻസുമൻഹൽ എത്രയായി?